ഗൈസ്, അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യണം. വലിയ കാര്യമായിട്ട് സ്കിൻ കെയർ ഒന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടും, പിന്നെ ഒരു ലിപ് ബാം ഇടും, പിന്നെ എന്താണോ നമുക്ക് യെസ്, ഇറ്റ്സ് എ ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ. എല്ലാ ദിവസവും ഇങ്ങനെയല്ല, വെക്കേഷനിൽ ഒരു ദിവസമാണിത്. അത് കഴിഞ്ഞാൽ നമ്മൾ ലിപ് ബാം ഇടും, അത് കഴിഞ്ഞാൽ കഴിയും, വേറെ ഒന്നും. പുറത്ത് പോകുമ്പോഴാണ് സൺസ്ക്രീൻ ഇടുള്ളൂ. വീട്ടിലിരിക്കുമ്പോൾ ഇടണമെന്ന് പറയും, പക്ഷെ ഞാനിടാറില്ല. ഓക്കെ, തല പൊളിച്ചില്ല, തല പൊളിച്ചിട്ടില്ല, നേരെ മാത്രമേ കഴിയും, അതുകൊണ്ടാണ് തല കഴിയും. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, വേറെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, ഭയങ്കരമായ സെർച്ചിങ്ങിലാണ്. എന്തേലും പറയും, ഇത് എന്താ നമുക്ക് പറയാനുള്ളത്? ഓക്കെ, അങ്ങനത്തെ ഒരു ചൂടിലാണ് കേസ്, സഹായിക്കാത്ത കൊണ്ടാന്നൊരു പാവം. അത് പഴുന്നാക്കടാ, തീറ്റടാ, നമുക്ക് വേണം കേട്ടാ. അത് പറഞ്ഞ പോലും വേണം ഒരു കടി എന്ത് കാണിക്കണ്. ഞാനിപ്പോൾ ബോറടിച്ചിരിക്കുകയാണ്, പുറത്ത് പോകുമെന്നറിയില്ല, കാര്യങ്ങളുണ്ട് കുറച്ച് ചെയ്യാൻ, വാങ്ങാനൊക്കെ പുറത്ത് പോകുമെന്നറിയില്ല. അപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, തണ്ണിമത്തനുണ്ട്, അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം. പകുതി ഉണ്ടായിരുന്നുള്ളൂ, പകുതി നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു, പീസാക്കിയിട്ട്. ബാക്കി ഞാൻ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയും ചെയ്ത്. എന്താടാ പിന്നെന്താ, അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനച്ഛനും വന്നു. പിന്നെ അവിടെ ഇരുന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഓരോന്ന് പറഞ്ഞവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ് പരിപാടിയിലോട്ട് പോയി. അടുക്കള ഭയങ്കരമായിട്ട് വൃത്തികേടായി കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. പിന്നെ വൈകുന്നേരത്ത് നമ്മൾ അടിച്ചുവാരി പരിപാടി, തുടച്ചിട്ടൊക്കെ പരിപാടിയൊക്കെ ഉള്ളത്. സ്റ്റവും സംഭവങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് സെറ്റാക്കി. അത് കഴിഞ്ഞ് അവിടെ അങ്ങോട്ട് അടിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. അടിച്ചു വാരിയിടും, പിന്നെ അടുത്ത എന്താ ഉള്ളത് അത് ചെയ്യും. ഇതെനിക്ക് മൂഡ് വരുമ്പോഴേ ഞാൻ ചെയ്യുള്ളൂ, എപ്പോഴും ഞാൻ ഇങ്ങനെയല്ല. പക്ഷെ എനിക്ക് ക്ലീനിങ് ഇഷ്ടം, അടിച്ചു വാരിയിടും, പക്ഷെ ഒരു മൂഡ് വന്നു കഴിഞ്ഞാൽ മൊത്തം ക്ലീൻ ചെയ്തിടും. അങ്ങനെ എൻ്റെ ഒരു രീതി. ഫൈനലി കിച്ചൺ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഓറിയോ ഷേക്ക് അടിച്ച് വയ്ക്കട്ടെ. ചായ പ്രിപ്പയർ. ഞാൻ എൻ്റെ ഓറിയോ ഷേക്ക് എടുത്തിട്ട് വന്നു, ഭയങ്കരമായിട്ട് ടേസ്റ്റാണ്. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. ഐസ്ക്രീമും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു. അവിടെ ഐസ്ക്രീം മേടിച്ച് തരാൻ ആരുമില്ല. വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളില്ല, അതൊക്കെയാണ് പ്രശ്നം. ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്യാം. ഇത്തിരി നേരം ഫോൺ നോക്കിക്കുക, കുറച്ച് നേരം ഫോൺ നോക്കുക, അങ്ങനെയാണ് ഡേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കുറേ കാര്യങ്ങൾ ചെയ്യണം. ഇതിനെ നോക്കടാ, ഞാൻ അറിയാത്ത പോലെ ഇരിക്കും. മഴ പെയ്യുന്നു പറഞ്ഞിട്ട് കുറേ നേരമായിരിക്കുന്നു. മഴ പെയ്യുന്നൊന്നുമില്ല. ഇപ്പം മഴ പെയ്യണ്ടാ, പെയ്യണ്ടാന്ന് പെയ്യുണ്ടെന്നാണോ പറയുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട് മഴക്കാരൊക്കെ ആയിട്ട്. പുറത്ത് നല്ല മഴയുണ്ട്, നല്ല കാറ്റുണ്ട്, ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തുണിയൊക്കെ മടക്കി വയ്ക്കാണ്ട് അതങ്ങ് തീർക്കാം. ഇത് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്ന തുണിയാണ്, അതൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് സെറ്റാക്കി. റൂമിലും കുറച്ച് തുണി ഉണ്ടായിരുന്നു, പുതിയതൊക്കെ റൂമിലാണ്. അപ്പോൾ ഇവിടത്തെയൊക്കെ ആദ്യം സെറ്റാക്കി മടക്കി വെച്ചിട്ട്
പിന്നെ നമ്മൾ റൂമിൽ പോവും അവിടുത്തെ മടക്കി വയ്ക്കാൻ. അപ്പോൾ എന്താ കുറച്ച് തുണികളൊക്കെ പുതിയത് കലക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല മഴയുണ്ട്, നല്ല രസമുണ്ട്. ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നമുക്ക് തുണി ആദ്യം മടക്കി വെച്ച് നമുക്ക് റൂം സെറ്റാക്കണം. അപ്പോൾ വൈകുന്നേരം നമ്മൾ നേരെ കിടന്നാൽ മതി. രാവിലെ ഇനി ഞങ്ങൾ എന്താ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ എന്താ പുറത്ത് പോകാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചതൊന്നും നടന്നില്ല. നാളെ ആവട്ടെ, നമുക്ക് മൊത്തത്തിൽ വൈകുന്നേരം പോകാമെന്ന് വെച്ചതാണ്. അപ്പോൾ മഴ ഒന്ന് ക്ലീൻ ചെയ്യാൻ നാളെ ആവും. അതേ റൂമിലുണ്ടായിരുന്ന പുതിയ ഡ്രസ്സെല്ലാം മടക്കി അലമാറയിലോട്ട് വെച്ചിട്ട് റൂമൊക്കെ നമ്മൾ അങ്ങോട്ട് വൃത്തിയാക്കി ഇട്ടു. എന്താണല്ലോ അതിൻ്റെ ഒരു ഇത്. റൂം ക്ലീനാക്കി. അവിടെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, എന്നാലും നമ്മൾ റൂം ക്ലീനാക്കി. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.